ഗുരുവായൂർ മഞ്ജുളാൽ തറയിലെ ഗരുഡൻ ഇനി ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിൽ ചിറകുവിരിക്കും. ആൽത്തറയിൽ നിന്നും ഗരുഡ പ്രതിമ നീക്കം ചെയ്തു. പുതിയ വെങ്കല പ്രതിമ സ്ഥാപിക്കാനും മഞ്ജുളത്തറ നവീകരിക്കാനുമായാണ് ഗരുഡ പ്രതിമ നീക്കം ചെയ്തത്. ഇരുമ്പുകമ്പി ഉപയോഗിച്ച് കവചം ഒരുക്കിയ ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് പ്രതിമ മാറ്റിയത്. ലോറിയിൽ ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിച്ച പ്രതിമ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി. ഗജരാജൻ കേശവന്റെയും ഗജരത്നം പത്മനാഭന്റെയും പ്രതിമകൾക്ക് മധ്യത്തിലായി പുൽത്തകിടിയിൽ ഈ പ്രതിമ സ്ഥാപിക്കും. ശ്രീവത്സത്തിന് പുറത്ത് ഇടതുഭാഗത്തായാണ് പ്രതിമ സൂക്ഷിച്ചിട്ടുള്ളത്. സിമന്റ് തറ കെട്ടിയതിനു ശേഷം പ്രതിമ പുൽത്തകിടിയിലേക്ക് മാറ്റും. 55 വർഷം മുമ്പ് കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണനാണ് മഞ്ജുളാൽ തറയിൽ കോൺക്രീറ്റിൽ ഗരുഡ പ്രതിമ നിർമ്മിച്ചത്. കണ്ണൂർ സ്വദേശിയായ ശില്പി കാനായി ഉണ്ണിയാണ് വെങ്കല പ്രതിമ നിർമ്മിച്ചത്. 8 അടി നീളവും 16 അടി വീതിയുമുള്ള ഗരുഡ പ്രതിമയ്ക്ക് 4000-ഓളം കിലോ ഭാരം വരും. മഞ്ജുളാൽ തറ കരിങ്കൽ പാളി കൊണ്ട് ഉയർത്തിക്കെട്ടിയ ശേഷം മാർച്ച് അവസാനത്തോടെയോ ഏപ്രിൽ ആദ്യത്തിലോ വെങ്കല പ്രതിമ സ്ഥാപിക്കും. പറവൂർ സ്വദേശി വേണു കുന്നപ്പിള്ളിയുടെ വക വഴിപാടായി 1 കോടി രൂപയാണ് പ്രതിമ സ്ഥാപിക്കാനും മഞ്ജുളാൽ തറ നവീകരണത്തിനുമായി ചിലവിടുന്നത്. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ അശോക് കുമാർ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രതിമ മാറ്റി സ്ഥാപിച്ചത്. നിരവധി പേരാണ് അപൂർവ മുഹൂർത്തം കാണാനെത്തിയത്. ഗരുഡ പ്രതിമയില്ലാത്ത മഞ്ജുളാൽ തറയുടെ ചിത്രം പകർത്താനും തിരക്കായിരുന്നു.